മണിപ്പൂർ ആക്രമണത്തിലെ വേദന പങ്കുവച്ചും അപലപിച്ചും ഓർത്തഡോക്സ് സഭ മെത്രാപ്പോലിത്തമാർ. മണിപ്പൂർ കലാപം ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ലെന്നും ഇന്ത്യയുടെ മൊത്തം ദുരന്തമാണെന്നും കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറസ് അഭിപ്രായപ്പെട്ടു. ഭാരതത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നതെന്നും മെത്രാപ്പോലിത്ത പറഞ്ഞു. മണിപ്പൂരിലേത് വലിയ സങ്കടവും വേദനയും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസും പറഞ്ഞു. ക്രിസ്ത്യാനികൾ അടിച്ചമർത്തപ്പെടുമ്പോൾ കൂടുതൽ കരുത്തരാകുകയാണ് ചെയ്യുന്നതെന്നും മെത്രാപ്പോലിത്ത വ്യക്തമാക്കി. മണിപ്പൂർ കലാപത്തെ അപലപിക്കുകയാണ്. മണിപ്പൂരിലേത് ക്രിസ്ത്യാനികളുടെ ദുരന്തമല്ല, ഇന്ത്യയുടെ മൊത്തം ദുരന്തമാണെന്നും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറസ് മെത്രാപ്പോലിത്ത അഭിപ്രായപ്പെട്ടു. മണിപ്പൂർ ദുരന്തം ഇന്ത്യയുടെ മുഴുവൻ ദുരന്തമാണ്. കാരണം ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് നമ്മുടെ നേതൃത്വങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിന് മുഴുവൻ ഒരു ദുരന്തമായിട്ട് വേണം അതിനെ കാണുവാനായിട്ട്. ക്രിസ്ത്യാനികളുടെ ദുരന്തമെന്ന് നമ്മൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം ദുരന്തമല്ലത്, ഇത് ഇന്ത്യയിലെ ജനത്തിൻ്റെ മുഴുവൻ ദുരന്തമാണ്. ഒരു ജാതിയെയോ മതത്തെയോ വർഗത്തെയോ വർണ്ണത്തെയോ ആരെങ്കിലും ദേഷിക്കുകയോ അതിനെതിരെ പരസ്പര യുദ്ധം നടത്തി കഴിയുമ്പോൾ കണ്ടിട്ടും കാണാതിരിക്കുന്ന ഭരണകൂടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഭരണ നേതൃത്വം മണിപ്പൂർ കലാപം കണ്ടിട്ടും കാണാതിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം ഭാരതത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണെന്നും മെത്രാപ്പോലിത്ത പറഞ്ഞു. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഒരു പേഴ്സിക്യൂഷനാണ് ഇതെന്ന് പൊതുവെ പരക്കെ ഇപ്പോൾ പറയുന്നു. അത് ഇന്ത്യയിൽ മാത്രം പറയുന്നൊരു കാര്യമല്ല, പുറംലോകത്തിലും ഇന്ത്യക്ക് പുറത്തുള്ള നാടുകളിലും ഇപ്പോൾ ഏകദേശം ആ ഒരു ധാരണയാണ് പോകുന്നത്. അത് ഭാരതത്തിന് നാണക്കേടുണ്ടാക്കുന്നതാണ്, ഭാരതത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് മതങ്ങളുള്ള സാധാരണ മക്കൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. വിദേശത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ മുഴുവൻ തകർന്നിരിക്കുകയാണ്. അത്തരത്തിലുള്ള അക്രമങ്ങളാണ് മണിപ്പൂരിൽ അരങ്ങേറുന്നതെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറസ് അഭിപ്രായപ്പെട്ടു. മണിപ്പൂർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിൽ ഭരണ നേതൃത്വം വൈമനസ്യം കാണിക്കുന്നതിലും മെത്രാപ്പോലിത്ത വിമർശിച്ചു. മണിപ്പൂർ കലാപം വലിയ വേദനയും സങ്കടവുമാണ് നൽകുന്നതെന്ന് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസും അഭിപ്രായപ്പെട്ടു. ക്രൈസ്തവർ പീഡിപ്പിക്കുമ്പോൾ കൂടുതൽ ശക്തിപ്പെടും. അടിച്ചമർത്തിയാലോ തല്ലിക്കൊന്നാലോ ഇല്ലാതാകുന്നതല്ല ക്രൈസ്തവ വിശ്വാസമെന്നും മെത്രാപ്പോലിത്ത വ്യക്തമാക്കി. ക്രൈസ്തവർ അപമാനിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ശക്തി വർദ്ധിക്കുകയാണ്. അടിച്ചമർത്തിയതുകൊണ്ടോ തല്ലിക്കൊന്നതുകൊണ്ടോ അവസാനിക്കുന്നതല്ല വിശ്വാസം. ചില കാര്യങ്ങളിൽ ഈ അനാവശ്യ കടുംപിടുത്തങ്ങളുടെ ആവശ്യമില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഒരു വാക്ക് ഇതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തണമെന്ന് പറയുമ്പോൾ അതെന്താ ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ ചെയ്യില്ല, ഇന്നാളെ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ചില ശാഠ്യങ്ങളും കടുംപിടുത്തങ്ങളും. അതുകൊണ്ട് എൻ്റെ ഉണ്ടാകുന്ന വെച്ചാൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകുന്നതിന് പകരം പാർലമെൻറ്റിൽ തന്നെ ഇപ്പോൾ ദിവസങ്ങളായിട്ട് ഒന്നും നടക്കാത്ത തലത്തിലേക്ക് അത് മാറുന്നൊരു സാഹചര്യം വരുന്നു. അത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്ര ശുഭമല്ല. ഭരണ നേതൃത്വം അനാവശ്യ കടുംപിടുത്തം ഉപേക്ഷിച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മെത്രാപ്പോലിത്ത ആവശ്യപ്പെട്ടു. ഓരോ ദിവസവും മണിപ്പൂർ വിഷയം സങ്കീർണമായി മാറുകയാണ്. എല്ലാവരും മണിപ്പൂരിനായി പ്രാർത്ഥിക്കണമെന്നും മെത്രാപ്പോലിത്ത അഭ്യർത്ഥിച്ചു. മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രസ്താവന നടത്താൻ തയ്യാറാകണം. വിഷയം പാർലമെൻറ്റ് ചർച്ച ചെയ്യണം. പാർലമെൻറ്റിൽ ഒന്നും നടക്കാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്നും ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് വ്യക്തമാക്കി. ഷഹീന ന്യൂസ് ബ്യൂറോ, കോട്ടയം.